ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രവീന്ദ്രനും രേവതിയോട് പറയുകയാണ്, നിനക്ക് എപ്പോഴും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു മോളെ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പുള്ള കാര്യമായതുകൊണ്ട് അച്ഛാ ക്ഷമിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രയ്ക്ക് ഒരു ആയുധം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു, ഇപ്പം നിങ്ങളായിട്ട് കൊണ്ട് കൊടുത്തോലെയുണ്ട്, ഇനി ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ലക്ഷ്മി അമ്മയും ദൈവവും കൂടെ അവിടെ ഇരുന്ന് പൂ കെട്ടാൻ നേരത്ത് ലക്ഷ്മി അമ്മ പറയുകയാണ്, രേവതീനെ ഒന്ന് വിളിച്ചു നോക്കാം, ഇന്ന് വിളിച്ചില്ലല്ലോ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ദൈവം പറയണം, ആ ചേച്ചീനൊന്ന് വിളിക്കുക, എനിക്കും അറിയാമല്ലോ പോകുന്നതിന് മുമ്പ് എന്താ വിശേഷം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ രേവതിനെ വിളിക്കുമ്പോൾ രേവതി പൊട്ടിക്കറിയെന്ന് കേട്ട് നമ്മൾ ലക്ഷ്മിയമ്മ ചോദിക്കുക, എന്ത് പറ്റി മോളെ, എന്താ പറ്റിയേ, പറ എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നേരം നിർബന്ധിച്ച് കഴിയുമ്പം ലക്ഷ്മിയമ്മയോട് രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മിയമ്മ പറയും, അതെല്ലാം മറന്നുമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇപ്പം മോളെ അവിടെയുള്ളവർ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ 2 പോലീസുകാർ ഇവിടെ വന്നിരുന്നു സുധിയുടെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ആ പോലീസുകാർ തന്നെയായിരുന്നു അന്ന് അവിടെ അന്വേഷണം നടത്തിയത്. എന്നെ കണ്ടപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി, ഇവിടെയുള്ളവരെല്ലാം ഇപ്പം എല്ലാം അറിഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ലക്ഷ്മിയമ്മ ആകെ തകർന്നു പോവുകയാണ്. ആ സമയത്ത് ശരത്തങ്ങ് വന്ന് അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പം ശരത്തിന് ലക്ഷ്മിയമ്മ കുറേ അടിക്കുവാണ് കേട്ടോ. എന്നൊരു ദേവുവിനോട് പറയുവാണ് നടന്ന കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, ഇനി ആ രവിയേട്ടനോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ശരത്തിനോട് പറയുന്നുണ്ട്, പോയാൽ വീട്ടിൽ ചെന്ന് മാപ്പ് പറയടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവ് പറയുന്നുണ്ട്, അത്രയും വേണോ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും വേണം, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല, അവൾ ഇപ്പം തന്നെ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഇനി അവളുടെ അവസ്ഥ എന്താവും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ശരത്തിനും ഭയങ്കര വിഷമമാവുകയാണ്. ശരത്തിനോട് ലക്ഷ്മി പറയുകയാണ്, നീ പോയി മാപ്പ് പറയാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. ശരത്തും അവിടെ നിന്ന് പോവാണ് കേട്ടോ മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ ശരത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ വീട്ടിലുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന് വാതിലിൽ നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നു കിടക്കുവാണ്. അപ്പോൾ ശരത്ത് പയ്യെ അകത്തോട്ട് കയറുവാണ്, ആരെയും കാണാത്തതുകൊണ്ട്. അകത്തോട്ട് ഇങ്ങനെ കയറി വരുന്ന ശരത്തിനെ കണ്ടിട്ട് പെട്ടെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്, നീ എന്താടാ ഇവിടെ മോഷ്ടിക്കാൻ വന്ന് കയറിയാണോ, ആരും ഇല്ലാത്തപ്പം വാതിൽ തുറന്ന് നടത്താൻ ഒച്ചയില്ലാതെ വരുമായിരുന്നു ശ്രുതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശരത്ത് പറയുന്നുണ്ട്, അല്ലേ ഞാൻ ചേച്ചീനെ കാണാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇപ്പം ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കുമല്ലോ, ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ എന്താ, നിനക്കൊക്കെ അമ്പലത്തിന് മുമ്പിൽ പൂക്കച്ചവടവും മറവിൽ മോഷണമാണല്ലോ പണി എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ശ്രുതിയും പറയുന്നുണ്ട്, നേരെ ഇവൻ കോളേജിലോട്ട് തന്നെയാണോ പോകുന്നതെന്ന് ആർക്കറിയാം, ഇങ്ങനെയുള്ളൊരു കോളേജിലോട്ടാണെന്നും പറഞ്ഞ് മോഷ്ടിക്കാനൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര അത് സപ്പോർട്ട് പിടിക്കുവാണ് കേട്ടോ. ഇതൊക്കെ രേവതി കേട്ടിട്ട് വരുന്നുണ്ട്, അമ്മേ ഇതെന്താ അമ്മ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രവീന്ദ്രൻ അങ്ങ് വരുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ശരത്താകെ തല ഊനിച്ച് നിൽക്കുവാണ്. രവീന്ദ്രനെ രേവതി നോക്കുന്നുമുണ്ട്, അച്ഛൻ എന്തേലും പറയൂ എന്നുള്ള രീതിയിൽ. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ആ സമയത്ത് രേവതി ഇങ്ങനെ നോക്കുന്ന കാണുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, അല്ല നിങ്ങളോടെങ്കിലും ഇവള് പറഞ്ഞോ, അത് ഇന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ കള്ളക്കൂട്ടങ്ങളാന്ന്, എന്തെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടെങ്കിലും സൂചിപ്പിക്കാതിരിക്കുമല്ലോ, നിങ്ങളെല്ലാവരും ഇവളെ എപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ആകെ തകർന്നു പോവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ശരത്തിനോട് ചോദിക്കുകയാണ്, നീ എന്ത് മോഷ്ടിക്കാനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ രേവതി അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്, എന്തമ്മയെന്ന് മിണ്ടാതിരിയടി, ഞങ്ങളൊന്നും അറിയുകയില്ലെന്നാണ് അവളുടെ വിചാരം, അവൾ വലിയ ശീലാവതി അമ്മയെന്നു എന്നൊക്കെ പറഞ്ഞാൽ രേവതിനെ കുറ്റം പറയുവാണ് കേട്ടോ. കഴിയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് സഹിക്കാൻ വയ്യാണ്ട് രേവതി പറയണം, പോടാ ഇവിടുന്ന് പോ, എന്തിനാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശരത്തിനോട് പോകാൻ പറയുമ്പോഴേക്കും ശ്രുതി താഴോട്ട് വരുവാണ് കേട്ടോ. ശ്രുതി പറയണേ, ഇവനെന്താ ഇവിടെ വന്നേ, ഇപ്പോൾ വന്നോളൂ മോനെ, ഇവളെ കാണാനാണെന്ന് പറഞ്ഞതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴാണ്, ഇപ്പോൾ വന്നോളൂ അമ്മ കണ്ടായിരുന്നോ, ഇവൻ്റെ ബാഗ് പരിശോധിക്കണം എന്ന് പറയുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ അതൊന്നും വേണ്ട, അവൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാണ്, അത് പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, ഇവിടെ നിന്ന് എന്താ എടുത്തുകൊണ്ട് പോയിക്കുന്നതെന്ന് അറിയത്തില്ലോ എന്നും പറഞ്ഞ് ശരത്തിൻ്റെ ബാഗ് പിടിച്ച് മേടിച്ച് ഫുള്ള് പരിശോധിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും രേവതിക്ക് ആകെ വിഷമം വരുവാണ്. രേവതി പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യേല എന്ന് പറയുന്നുണ്ട്. ശ്രുതി ഫുള്ള് ബാഗ് പരിശോധിച്ച് എല്ലാം കുടഞ്ഞ് താഴെ ഇടുമ്പോൾ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനൊന്നും ചെയ്യില്ലെന്ന്, അവൻ പൊക്കോട്ടെ എന്നും പറഞ്ഞ് എല്ലാം പെറുക്കിയെടുത്ത് നമ്മുടെ ശരത്തിൻ്റെ ബാഗിലോട്ട് വെച്ച് കൊടുക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പിന്നെയും വിടാണ്ട് പറയുകയാണ്, ഇവൻ്റെ ശരീരവും ദേഹവും കൂടെ പരിശോധിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലും പാൻറ്റിൻ്റെ പോക്കറ്റിലും ഒക്കെ തപ്പി നോക്കുവാണ് കേട്ടോ. എല്ലാം സഹിക്കാൻ വയ്യാതെ ആകെ അപമാനം സഹിച്ച് നാണം കെട്ട് നിൽക്കുവാണ് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ പോവാന്ന് പറയുമ്പോൾ നിൽക്കടാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി പിന്നെയും പിടിച്ച് വലിക്കുവാണ് കേട്ടോ. അപ്പം ദേഷ്യം വന്ന് ശരത്ത് ശ്രുതിയുടെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിക്കുവാണ്. അത് കണ്ട് ആകെ ശ്രുതിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ വിറച്ച് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം കയ്യാങ്കളിയാവുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.